Hi, good morning, dear friends. Welcome to the class of Business Research Methods. It is one of the subjects in 5th semester. In this semester, you have to learn 6 subjects. There are 5 core subjects and 1 open course also. These subjects are Income Tax Law and Practice. Then second one, Business Research Methods. Then Accounting for Management. And there is 2 course for specialization. That is Financial Market and Services and Financial Management. And there is 1 open course you can study in other disciplinary subject. This semester നിങ്ങൾക്ക് 5 കോർ സബ്ജക്റ്റുകളും ഒരു ഓപ്പൺ കോഴ്സാണ് പഠിക്കാനുള്ളത്. 5 കോർ സബ്ജക്റ്റുകളിൽ ഞാൻ പറഞ്ഞു. പിന്നെ ഒരു ഓപ്പൺ കോഴ്സ് എന്ന് പറഞ്ഞത് അത് നിങ്ങൾക്ക് കൊമേഴ്സ് അല്ലാത്ത മറ്റു ഏതെങ്കിലും പ്രോഗ്രാമുകളിൽ അല്ലെങ്കിൽ മറ്റു ഏതെങ്കിലും സബ്ജക്റ്റുകളിലെ ഒരു വിഷയം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിൽ പഠിക്കാം. അത് നിങ്ങളുടെ ചോയ്സ് ആണ്, ഏത് വേണമെന്നുള്ളത് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ഇതാണ് ഈ സെമസ്റ്ററിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഇവിടെ നമ്മൾ എടുക്കാൻ പോകുന്നത് ബിസിനസ് റിസർച്ച് മെത്തേഡ്സ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് ആണ്. In this subject we have to learn about what is research and what are the features of research, what is business research and what are the types of what are the various research, and what is research design, what are the plan to do a research and what are the various methods to do a research, and how to collect data, how to analyze the data, how to classify and how to codify, and how to editing and how to tabulate this data, and how to make a research report and how to present it. These are the topics we have to be covered in this subject, right? By learning this subject, we are capable of doing a research, and it will also help you to the project in next semester, right? Okay, let us discuss about what is research. Do you know what is research? Have you heard about this term? What is research? Research simply means, we can say that research simply means search for knowledge. Search for knowledge. We know that we all have many questions in our inner mind. നമുക്കറിയാം, നമ്മൾക്കൊക്കെ ഉണ്ട് ഒരുപാട് ഉത്തരം കിട്ടാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസുകൾ നമ്മളുടെയൊക്കെ മൈൻഡുകളിലുണ്ട്, അല്ലേ? നമ്മളൊക്കെ അതിന് ആൻസർ കണ്ടെത്താൻ വളരെ താല്പര്യം പ്രകടിപ്പിക്കാറുണ്ട്, അല്ലെ? അങ്ങനത്തെ ഒരുപാട് ക്വസ്റ്റ്യൻസുകൾ നമ്മുടെ മൈൻഡിലുണ്ട്. ആ ക്വസ്റ്റ്യൻസ് എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പോ രാത്രിയുണ്ട്, പകലുണ്ട്, എങ്ങനെയൊക്കെയാണ് ഇത് സംഭവിക്കുന്നത്, എങ്ങനെയാണ് മഴ പെയ്യുന്നത്, പ്ലാന്റ്സുകളുടെ ഷേപ്പ് എങ്ങനെയൊക്കെയാണ്, അതേപോലെ തന്നെ അങ്ങനെ ഒരുപാടുള്ള ക്വസ്റ്റ്യൻസുകൾ നമ്മുടെ മൈൻഡിലുണ്ട്. അതിനൊക്കെ ആൻസറുകൾ കണ്ടെത്താൻ നമ്മൾ ചിലപ്പോൾ ശ്രമിക്കാറുണ്ട്, അല്ലെ? ഇങ്ങനെ നമ്മളുടെ അറിവിനെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ സിസ്റ്റമാറ്റിക്കലായിട്ടുള്ള രീതിയിൽ നമ്മൾ ഒരു പഠനം നടത്തുകയാണെങ്കിൽ അതിനെയാണ് എന്ത് പറയുന്നത്, സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ റിസർച്ച് എന്ന് പറയുന്നത്. അപ്പൊ റിസർച്ച് എന്ന് പറഞ്ഞാൽ എന്താ? സെർച്ച് ഫോർ നോളജ് ആണ്. നമ്മളുടെ അറിവിനെ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നോളജിനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതിനെയാണ് സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് പറയാം? റിസർച്ച് എന്ന് പറയുന്നത്. അതിന്റെ ഒരു മീനിങ് ഉണ്ട്, ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മീനിങ് ഉണ്ട് റിസർച്ചിന്റെ. അത് നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതി വെച്ചോളി. റിസർച്ച് മീൻസ് ഇന്റൻസീവ് സെർച്ച് ഫോർ നോളജ് ഓർ ഫാക്ട്സ്. ഇന്റൻസീവ് സെർച്ച് ഫോർ നോളജ് ഓർ ഫാക്ട്, അല്ലെ? നമ്മുടെ അറിവിനെ വർദ്ധിപ്പിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ നമ്മൾ അറിവിനെ എന്ത് ചെയ്യാം? സെർച്ച് ചെയ്യാം, അല്ലെങ്കിൽ സത്യങ്ങളെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ
ഇങ്ങനെ സെർച്ച് ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത്, റിസർച്ച് എന്ന് പറയുന്നത്. വേറൊരു മീനിങ് കൂടെ ഉണ്ട്, അവിടെ വേണമെങ്കിൽ അത് എഴുതി വെച്ചോളി. റിസർച്ച് ക്യാൻ ബി ഡിഫൈൻഡ് ആസ് എ സിസ്റ്റമാറ്റിക് മെത്തേഡ് ടു ഫൈൻഡിങ് സൊല്യൂഷൻ ടു എ പ്രോബ്ലം. സിസ്റ്റമാറ്റിക് മെത്തേഡ് ടു ഫൈൻഡ് സൊല്യൂഷൻ ടു എ പ്രോബ്ലം. നമുക്കൊരു പ്രോബ്ലം ഉണ്ടായി കഴിഞ്ഞാൽ, പ്രോബ്ലം മീൻസ് എന്താ, നമുക്ക് എന്തെങ്കിലും കാര്യത്തെ കുറിച്ച് അറിവില്ലായ്മ അല്ലെങ്കിൽ അതിനെ കുറിച്ച് അറിയാനുള്ള താല്പര്യം, അതാണ് പ്രോബ്ലം. അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ ആ പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, സെർച്ച് ചെയ്യുന്നതിനാണ് എന്ത് പറയുന്നത്, റിസർച്ച് എന്ന് പറയുന്നത്. മനസ്സിലായോ? സിസ്റ്റമാറ്റിക് മെത്തേഡ് ഓഫ് ഫൈൻഡിങ് സൊല്യൂഷൻ ടു എ പ്രോബ്ലം. ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ സിസ്റ്റമാറ്റിക്കലായിട്ട് ഒരു പഠനം നടത്തുന്നതിനാണ് റിസർച്ച് എന്ന് പറയുന്നത്. റെഡിയല്ലേ? മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ കെയർഫുൾ സ്റ്റഡി ടു ഡിസ്കവർ കറക്റ്റ് ഇൻഫർമേഷൻ. ഇറ്റ് ഈസ് എ കെയർഫുൾ സ്റ്റഡി ടു ഡിസ്കവർ കറക്റ്റ് ഇൻഫർമേഷൻ. കറക്റ്റ് ഇൻഫർമേഷൻ എന്താണ് എന്ന് ഡിസ്കവർ ചെയ്യാൻ വേണ്ടിയിട്ട്, നമുക്ക് കണ്ടെത്താൻ വേണ്ടിയിട്ട് നമ്മൾ നടത്തുന്ന സിസ്റ്റമാറ്റിക്കലായിട്ട് നടത്തുന്ന ഒരു പഠനത്തെയാണ് എന്ന് പറയുന്നത് റിസർച്ച് എന്ന് പറയുന്നത്. ഒരു 3 മീനിങ്ങുകൾ, 3 തരത്തിലുള്ള മീനിങ്ങുകൾ നിങ്ങൾക്ക് പറഞ്ഞു. ഇത് നിർബന്ധമായിട്ട് പഠിക്കണം. കാരണം നമ്മൾക്ക് ഈ സബ്ജക്റ്റിൽ മുഴുവൻ ഇതെന്താണ് ആവശ്യമാണ്. ഈ ഒരു ബേസിൽ നിന്നുകൊണ്ടാണ് ഈ സബ്ജക്റ്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നത്, പഠിക്കുന്നത്. മനസ്സിലായോ? അതിൻ്റെ ഒരു ഡെഫിനിഷൻ കൂടെ ഉണ്ട്. ആ ഡെഫിനിഷൻ വേണമെങ്കിൽ എഴുതി വെച്ചോളൂ. 2 ആളുകൾ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഒരു ഡെഫിനിഷനാണ്. LV റെഡ്മാൻ ആൻഡ് AVH മോറി എന്ന് പറയുന്ന 2 ആളുകളാണ് ഇത് ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. LV റെഡ്മാൻ ആൻഡ് AVH മോറി ഡിഫൈൻഡ് റിസർച്ച് ആസ് എ സിസ്റ്റമാറ്റൈസ്ഡ് എഫേർട്ട് ടു ഗെയിൻ ന്യൂ നോളജ്. A systematized effort to gain new knowledge. നമ്മൾ ഒരു പുതിയ ഒരു അറിവ്, നമ്മൾക്ക് ഇതുവരെ ഇല്ലാത്തൊരു അറിവിനെ നമ്മൾക്ക് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ വളരെ സിസ്റ്റമാറ്റിക്കലായിട്ട് ഒരു പഠനം നടത്തുകയാണെങ്കിൽ അതിനെയാണ് റിസർച്ച് എന്ന് പറയുന്നത്. ആരാ പറഞ്ഞിട്ടുള്ളത്? LV റെഡ്മാൻ ആൻഡ് AVH മോറി. ഓക്കെ, ദെൻ വേറൊരു ഡെഫിനിഷൻ കൂടെ ഉണ്ട്, അത് എഴുതി വെച്ചോളി. According to Robert Ross, research is essentially an investigation, a recording and analysis of evidence for the purpose of gaining knowledge. According to Robert Ross, research is essentially an investigation and recording and analysis of evidence for the purpose of gaining knowledge. ഓക്കെ, ഈ ഒരു ഡെഫിനിഷനിലും വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. എന്താ പറഞ്ഞിട്ടുള്ളത് ഈ ഡെഫിനിഷനിൽ? റിസർച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഇൻവെസ്റ്റിഗേഷൻ ആണ്, അല്ലെ? റിസർച്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ അറിവിനെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് കണ്ടക്ട് ചെയ്യുന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ ആണ്, അല്ലെ? പിന്നെന്താ പറഞ്ഞിട്ടുള്ളത്? എന്നിട്ട് ആ ഇൻവെസ്റ്റിഗേഷനിലൂടെ നമ്മൾ കണ്ടെത്തുന്ന ഡാറ്റകളൊക്കെ കളക്ട് ചെയ്തിട്ട് അത് കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ട് ആ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുള്ള ഡാറ്റയെ കറക്റ്റ് ആയിട്ട് അനാലിസിസ് ചെയ്തിട്ട് നമ്മളുടെ അറിവിനെ വർദ്ധിപ്പിക്കുന്നതിനാണ് എന്ത് പറയുന്നത്? റിസർച്ച് എന്ന് പറയുന്നത്. ആരാ പറഞ്ഞിട്ടുള്ളത്? അക്കോർഡിംഗ് ടു റോബർട്ട് റോസ്. റെഡിയല്ലേ? ദെൻ ഇപ്പൊ നമ്മൾ റിസർച്ച് എന്താണെന്ന് പഠിച്ചു കഴിഞ്ഞു, അല്ലെ? അപ്പൊ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്താണ് റിസർച്ച് എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലായിട്ടുള്ളത്? സെർച്ച് ഫോർ നോളജ് ആണ്. അല്ലെങ്കിൽ നമ്മൾക്കൊരു പ്രോബ്ലം ഉണ്ടെങ്കിൽ ആ പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന ആ ഒരു പഠനത്തെയാണ് എന്ത് പറയുന്നത്? റിസർച്ച് എന്ന് പറയുന്നത്. ഒരു പഠനം നമ്മൾ സിസ്റ്റമാറ്റിക്കലായിട്ട് നടത്തുകയാണെങ്കിൽ, നമ്മുടെ അറിവിനെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പഠനം സിസ്റ്റമാറ്റിക്കലായിട്ട് നടത്തുകയാണെങ്കിൽ അതിനെന്ത് പറയും? റിസർച്ച് എന്ന് പറയുന്നത് നമ്മൾ ആമുഖമായിട്ട് മനസ്സിലാക്കാം. ഇനി റിസർച്ചിന് കുറച്ച് ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട്. എന്തൊക്കെയാണ് റിസർച്ചിന്റെ ഫീച്ചേഴ്സ് എന്നുള്ളതും കൂടെ നമുക്കൊന്ന് ചർച്ച ചെയ്യാം. അതോടെ എഴുതി വെച്ചോളി. ഫീച്ചേഴ്സ് ഓഫ് റിസർച്ച്. ഒന്നാമത്തത് എഴുതി വെച്ചോളി. റിസർച്ച് മീൻസ് ദ ഡിസ്കവറി ഓഫ് ന്യൂ നോളജ്. റിസർച്ച് എന്ന് പറഞ്ഞാൽ എന്താ? ഡിസ്കവറി ഓഫ് ന്യൂ നോളജ്. പുതിയ നോളജിനെ നമ്മൾ ഡിസ്കവർ ചെയ്യാൻ എന്താ? നമ്മൾ തിരഞ്ഞ് കണ്ടുപിടിക്കുകയാണ്, അല്ലെ? ഡിസ്കവറി ഓഫ് ന്യൂ നോളജ്. രണ്ടാമത്തെ ഫീച്ചേഴ്സ് എഴുതി വെച്ചോളി. റിസർച്ച് ഈസ് essentially an investigation. Research is essentially an investigation. Research എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഇൻവെസ്റ്റിഗേഷൻ, ഒരു അന്വേഷണമാണ്. നമ്മൾ എന്താ ചെയ്യുന്നത്? ഒരു പ്രോബ്ലം വരുമ്പോൾ ആ പ്രോബ്ലം എങ്ങനെയാണ് വന്നിട്ടുള്ളത്, ഇനി എന്തൊക്കെയാണ് അതിനെ മറികടക്കാനുള്ള സൊല്യൂഷൻ,
അല്ലെ, അല്ലെങ്കിൽ എന്താണോ നമ്മൾക്ക് അറിയേണ്ടത് ആ കാര്യത്തെ നമ്മൾ എന്ത് ചെയ്യാണ്, അന്വേഷിച്ച് കണ്ടെത്തുകയാണ്. ഇതിനാണ് എന്ത് പറയുന്നത്, റിസർച്ച് ഈസ് എസെൻഷ്യലി ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത്. ദെൻ മൂന്നാമത്തെ ഫീച്ചേഴ്സ് എഴുതി വെച്ചോളി. റിസർച്ച് ഈസ് റിലേറ്റഡ് വിത്ത് സോൾവിങ് പ്രോബ്ലംസ്. റിസർച്ച് ഈസ് റിലേറ്റഡ് വിത്ത് സോൾവിങ് പ്രോബ്ലം അല്ലെ, നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്തതാ. റിസർച്ച് എന്ന് പറഞ്ഞത് പ്രോബ്ലം സോൾവിങ്ങിന് വേണ്ടിയിട്ടാണ്. നമ്മൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ അല്ലെങ്കിൽ നമ്മൾക്ക് എന്തെങ്കിലും കാര്യത്തെ കുറിച്ച് അറിയണം എന്നുള്ള ഒരു പ്രശ്നം ഉണ്ടാകുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അവിടെ എന്ത് കണ്ടക്ട് ചെയ്യുന്നത്, റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു പ്രശ്നത്തെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പഠനങ്ങളൊക്കെ നടത്തുന്നത് എന്നുള്ളത് മനസ്സിലാക്കാം. ഓക്കെ, ദെൻ നാലാമത്തെ പോയിന്റ് ചോദിച്ചോളി. It is based on observation and experimentation. അല്ലെ, ഈ റിസർച്ച് എന്ന് പറയുന്നത് എന്തിന്റെ ബേസിലാണ്? ഒന്നെങ്കിൽ നമ്മൾ ഒബ്സർവ് ചെയ്തുകൊണ്ട് ഏതെങ്കിലും ഒരു ഫിനോമിനെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിനെ നമ്മൾ ഒബ്സർവ് ചെയ്തുകൊണ്ട്, അല്ലെങ്കിൽ എക്സ്പെരിമെന്റേഷൻസ് നടത്തിക്കൊണ്ട്, എന്ന് പറഞ്ഞാൽ പരീക്ഷണങ്ങളൊക്കെ നടത്തിക്കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ റിസർച്ച് കണ്ടക്ട് ചെയ്യുക. ദെൻ അടുത്ത പോയിന്റ് എഴുതിച്ചോളി. It involves collection of new data from first hand source or secondary source. എന്താ ഫസ്റ്റ് ഹാൻഡ് സോഴ്സ് എന്ന് പറഞ്ഞാൽ, നമ്മൾ നേരിട്ട് പോയിട്ട് ഒരു ഡാറ്റ നമ്മൾ അതിന്റെ റെസ്പോണ്ടന്റിന്റെ അടുത്ത് നിന്ന്, അല്ലെങ്കിൽ നമ്മൾ എവിടെയാണോ നമ്മൾ റിസർച്ച് കണ്ടക്ട് ചെയ്യുന്നത് അവിടെ നേരിട്ട് പോയിട്ട് നമ്മൾ തന്നെയാണ് ആ ഡാറ്റ ആദ്യമായിട്ട് കളക്ട് ചെയ്യുന്നത് എങ്കിൽ അതിനാണ് ഫസ്റ്റ് ഹാൻഡ് സോഴ്സ് എന്ന് പറയുന്നത്. എന്നാൽ സെക്കൻഡറി സോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ, ചില റിസർച്ചിൽ നമുക്ക് സെക്കൻഡറി സോഴ്സ് ആയിരിക്കും ഉപയോഗിക്കേണ്ടി വരിക. കാരണം ആരെങ്കിലും കണ്ടെത്തിയിട്ടുള്ള റിസർച്ചിന്റെ റിപ്പോർട്ടുകൾ വായിച്ചുകൊണ്ട്, അല്ലെങ്കിൽ മറ്റു ആൾറെഡി പബ്ലിഷ് ചെയ്തിട്ടുള്ള സോഴ്സിൽ നിന്ന് നമ്മൾ ഡാറ്റകൾ കളക്ട് ചെയ്തുകൊണ്ടൊക്കെ നമ്മൾ നമ്മുടെ നോളജിനെ വർദ്ധിപ്പിക്കുക, അല്ലെങ്കിൽ റിസർച്ചുകൾ കണ്ടക്ട് ചെയ്യുമ്പോൾ അതിനാണ് സെക്കൻഡറി സോഴ്സ്. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഹാൻഡ് സോഴ്സ് എന്നോ അല്ലെങ്കിൽ സെക്കൻഡറി സോഴ്സ് എന്നൊക്കെ നമ്മൾ ഡാറ്റകൾ കളക്ട് ചെയ്യുമെന്ന്. ദെൻ നെക്സ്റ്റ് പോയിന്റ്, the collected data used for new purpose. ഈ കളക്ട് ചെയ്തിട്ടുള്ള ഡാറ്റ എന്തിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്, ഒരു പുതിയ പർപ്പസിന് വേണ്ടി, നമ്മൾ എന്തെങ്കിലും ഒരു പർപ്പസ് ഉണ്ടാകും, ആ പർപ്പസിനും ഉപയോഗിക്കാനും വേണ്ടിയിട്ടായിരിക്കും ഈ ഡാറ്റ നമ്മൾ കളക്ട് ചെയ്യുന്നത്. ഓക്കെ, ഇൻ റിസർച്ച് the researcher should try to find out answer for unsolved questions. എന്താ പറഞ്ഞത്, റിസർച്ചർ എന്തിനു ട്രൈ ചെയ്യണം എന്ന് പറഞ്ഞത്, സോൾവ് ചെയ്യാത്ത പ്രോബ്ലത്തിന് സൊല്യൂഷൻ ആണ് ആര് കണ്ടെത്തേണ്ടത്, റിസർച്ചർ കണ്ടെത്തേണ്ടത്. ദെൻ അടുത്ത പോയിന്റ്, ഇറ്റ് ഷുഡ് ബി കെയർഫുള്ളി റെക്കോർഡഡ് ആൻഡ് റിപ്പോർട്ടഡ്. ഇതെന്ത് ചെയ്യണം, കെയർഫുള്ളി, അതായത് സൂക്ഷ്മമായിട്ട് നമ്മൾക്ക് കിട്ടിയിട്ടുള്ള ഡാറ്റകളൊക്കെ നമ്മൾ കളക്ട് ചെയ്ത് അത് സിസ്റ്റമാറ്റിക്കലായിട്ട് റെക്കോർഡ് ചെയ്യണം. അതിന്റെ ഇന്റർപ്രിട്ടേഷൻ നമ്മൾ എന്ത് ചെയ്യണം, അതിന്റെ മാനേജ്മെന്റിന് അല്ലെങ്കിൽ ആർക്കാണോ ഇതിന്റെ എൻഡ് യൂസേഴ്സ് അവർക്ക് ഇതെന്ത് ചെയ്യണം, നമ്മൾ റിപ്പോർട്ട് ചെയ്യണം. ദെൻ ഇത്രയാണ് ഇതിന്റെ ഫീച്ചേഴ്സ് ഉള്ളത്, നിങ്ങൾ മനസ്സിലാക്കണം. ദെൻ നമ്മുടെ സബ്ജക്ട് എന്താണ്, ബിസിനസ് റിസർച്ച് മെത്തേഡാണ്. അപ്പൊ എന്താണ് ബിസിനസ് റിസർച്ച് എന്ന് പറഞ്ഞാൽ, എന്തായാലും ബിസിനസ് റിസർച്ച് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് നമുക്ക് എങ്ങനെ പറയാം, ബിസിനസ് റിസർച്ച് എന്ന് പറഞ്ഞാൽ റിസർച്ച് ബിസിനസ് ഫീൽഡിൽ കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ അതിനെ ബിസിനസ് റിസർച്ച് എന്ന് പറയും അല്ലേ. നമുക്ക് ഒന്നുകൂടെ വിശദീകരിച്ച് പറയുകയാണെങ്കിൽ, ബിസിനസ്സിൽ ഉണ്ടാകുന്ന പ്രോബ്ലത്തിന് സൊല്യൂഷൻ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടും മാനേജ്മെന്റിന് ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ട് സഹായിക്കുന്നതിനും വേണ്ടിയിട്ട് കണ്ടക്ട് ചെയ്യുന്ന പഠനത്തെ നമുക്ക് വേണമെങ്കിൽ എന്ത് പറയാം, ബിസിനസ് റിസർച്ച് എന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. അവിടെ ഒരു ഡെഫിനിഷൻ ഉണ്ട്, ആ ഡെഫിനിഷൻ വളരെ കൃത്യമായിട്ട് അതിന്റെ കൺസെപ്റ്റിന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. ആ ഡെഫിനിഷൻ അവിടെ എഴുതി വെച്ചോളി. അക്കോർഡിംഗ് ടു MC Daniel and Gates, according to MC Daniel and Gates, ഡബിൾ നോട്ട് ഫോർമേൽ എഴുതാം. ബിസിനസ് റിസർച്ച് ഈസ് ദ പ്ലാനിംഗ്, collection and analysis of data relevant to business decision making and communication of the result of the analysis to the management. എന്താ പറഞ്ഞിട്ടുള്ളത്, ബിസിനസ് ഡിസിഷനും വേണ്ടിയിട്ടുള്ള, ബിസിനസ്സിലെ സുപ്രധാനമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ഡാറ്റകളെ എന്തൊക്കെയാണുള്ളത്, പ്ലാൻ ചെയ്യുക, അതിനെ കളക്ട് ചെയ്തിട്ടുള്ള ഡാറ്റയെ അനാലിസിസ് നടത്തുക. എങ്ങനത്തെ ഡാറ്റ പറഞ്ഞിട്ടുള്ളത്, റെലവന്റ് ടു
ബിസിനസ് ഡിസിഷൻ മേക്കിംഗ്, ബിസിനസ്സിലെ സുപ്രധാനമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിനും ആവശ്യമായിട്ടുള്ള ഡാറ്റകൾ കളക്ട് ചെയ്യുക, അനാലിസിസ് ചെയ്യുക. എന്നിട്ടോ ആ അനാലിസിസ് ചെയ്തിട്ട് നമ്മൾക്ക് കിട്ടിയിട്ടുള്ള റിസൾട്ടിനെ നമ്മൾ എന്ത് ചെയ്യുക, മാനേജ്മെന്റുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ മാനേജ്മെന്റിന് എത്തിച്ചു കൊടുക്കുക. അപ്പൊ മാനേജ്മെന്റിന് എന്ത് സഹായിക്കും, ബിസിനസ്സിലെ പ്രധാനമായിട്ടുള്ള തീരുമാനങ്ങൾ, ഡിസിഷൻ മേക്കിങ്ങിന് ഇത് ഹെൽപ്ഫുൾ ആവും. അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ്സിലെ ഡിസിഷൻസ് എടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഡാറ്റകൾ കളക്ട് ചെയ്യുക, അതിനെ പ്രോസസ് ചെയ്ത് അനാലിസിസ് ചെയ്തിട്ട് അതിന്റെ റിസൾട്ട് ആർക്ക് കൈമാറാം, ബിസിനസിന്റെ മാനേജ്മെന്റിന് കൈമാറാം. ഇതിനാണ് എന്ത് പറയുന്നത്, ബിസിനസ് റിസർച്ച് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ബിസിനസ് റിസർച്ച് എന്താണെന്നുള്ളത് ക്ലിയർ ആയോ? റെഡി അല്ലേ? ഇനി നമുക്ക് കുറച്ച് ബിസിനസ് റിസർച്ചിന്റെ കുറച്ച് ഫീച്ചേഴ്സും കൂടെ ചർച്ച ചെയ്യാനുണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. അപ്പോൾ നമ്മൾ ഇന്ന് എന്തൊക്കെ കാര്യങ്ങളാണ് ചർച്ച ചെയ്തിട്ടുള്ളത്, എന്താണ് റിസർച്ച് എന്നുള്ളത് പഠിച്ചു, അതിന്റെ മീനിങ് പഠിച്ചു, ഡെഫിനിഷൻ പഠിച്ചു അല്ലേ. പിന്നെ റിസർച്ചിന്റെ ഫീച്ചേഴ്സ് പഠിച്ചു, എന്താണ് ബിസിനസ് റിസർച്ച് എന്നുള്ളത് പഠിച്ചു അല്ലേ. അപ്പോൾ ഈ റിസർച്ച് എന്നുള്ള സബ്ജക്റ്റ് നിങ്ങൾ വളരെ കൃത്യമായിട്ട് പഠിക്കണം. കാരണം അടുത്ത സെമസ്റ്ററിൽ നിങ്ങൾക്കൊരു പ്രൊജക്റ്റ് ചെയ്യാനുണ്ട്. ആ പ്രൊജക്റ്റ് ചെയ്യേണ്ടത് ഇത് പഠിച്ചതിന്റെ ആ ഒരു എക്സ്പീരിയൻസിൽ നിന്നുകൊണ്ടാണ് നിങ്ങൾ ആ പ്രൊജക്റ്റ് ചെയ്യേണ്ടത്. മാത്രമല്ല നിങ്ങൾക്ക് ഭാവിയിൽ റിസർച്ചുകൾ കണ്ടക്ട് ചെയ്യണമെങ്കിൽ ഇവിടുന്ന് പഠിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്നതുകൊണ്ട് ഈ സബ്ജക്റ്റ് വളരെ നല്ല രീതിയിൽ നിങ്ങൾ കൃത്യമായ നോട്ടുകളൊക്കെ പ്രിപ്പയർ ചെയ്തുകൊണ്ട് പഠിക്കും. ഓക്കെ.